മണിയമ്മ എല്ലാ സത്യങ്ങളും രാഗിയോട് തുറന്നു പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, രാജീവൻ സാറിനെ കൊല്ലാനുള്ള ശേഷിയൊന്നും അവൾക്കില്ല. മത്സരിക്കാൻ ആളില്ലാതെ അവൾ ഈ ഭൂമിയിൽ നിലനിൽപ്പില്ലെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയവളാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പാണ്, രാജീവൻ സാർ ജീവിച്ചിരിപ്പുണ്ട്. രാഗിമോൾക്കും മക്കൾക്കും ഒപ്പം രാജീവൻ സാർക്ക് ഇനിയും ഒരുപാട് കാലം മുന്നോട്ടു പോകാൻ വിധിയുണ്ട്. എത്രയും പെട്ടെന്ന് രാജീവൻ സാറിനെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുമ്പോൾ രാഗി വല്ലാത്ത സന്തോഷത്തിലാണ്. ഡൊമിനിക്കിനെ ഇതേ തുടർന്ന് അന്വേഷിച്ചു പോവുകയാണ്. മാർഗരറ്റ് പുറത്ത് നിൽക്കുന്നുണ്ട്. ഡൊമിനിക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ സാർ പുറത്തുണ്ടെന്ന് മാർഗരറ്റ് പറയുകയാണ്. അങ്ങനെ രാഗി വളരെ വിഷമത്തിൽ ഡൊമിനിക്കിനോട് പറയുന്നുണ്ട്, എൻ്റെ രാജീവേട്ടനെ ദൈവം എന്നിൽ നിന്ന് പറിച്ചെടുത്തിട്ടില്ല. ശാരിക രാജീവേട്ടനെ എവിടെയോ ഒളിപ്പിച്ച് പാർപ്പിച്ചിരിക്കുകയാണ്. ഇത് കേട്ട് ഡൊമിനിക് പറയുന്നുണ്ട്, രാഗി, ഇത് പലതവണ ഞാൻ നിന്നോട് ആവർത്തിച്ചു പറഞ്ഞതല്ലേ, എന്നിട്ട് നീ എന്നെ കേട്ടോ? ഇപ്പോൾ അമ്മിണിയമ്മ പറഞ്ഞപ്പോൾ വിശ്വാസമായില്ലേ? ഒരിക്കലും ശാരിക അവനെ കൊല്ലില്ല. ഇത് കേട്ട് രാഗി പറയുകയാണ്, അവൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് 1000 തവണ പറഞ്ഞതാ രാജീവേട്ടനെ ഇല്ലാതാക്കുമെന്ന്. അത് കേട്ട് ഞാൻ എന്ത് വിചാരിക്കണമായിരുന്നു? ചിലപ്പോഴൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട്, എന്നെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ശാരിക ജീവിച്ചിരിക്കുന്നത് എന്ന്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ചിന്തിച്ചു കൂട്ടിയതെല്ലാം ശരി തന്നെയല്ലേ? ഇത് കേട്ട് ഡൊമിനിക്കിനോട് തിരികെ ചോദിക്കുകയാണ് രാഗി. അവൾ കുറച്ച് തെളിവുകൾ രാജീവനെ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കി എന്ന് ബോധ്യപ്പെടുത്താൻ മാത്രം കാണിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ ഇനി എങ്ങനെയാണ് ഇല്ലാതാക്കുക? രാജീവേട്ടൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ രാജീവേട്ടനെ എനിക്ക് കണ്ടെത്തണം. ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ഞങ്ങൾക്ക്. ഇത് കേട്ട് ഡൊമിനിക് താൻ സഹായിക്കാം എന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതെന്നും അറിയാമെന്ന് വ്യക്തമാക്കുന്നു. ആരും എത്തിപ്പെടാത്ത സ്ഥലത്തായിരിക്കും അവൾ രാജീവേട്ടനെ കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചിട്ടുണ്ടാവുക. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പരിശ്രമിക്കേണ്ടതാണ്. പക്ഷേ നമ്മളെ എല്ലാവരെയും പൊട്ടന്മാരാക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശാരിക. അങ്ങനെ ഡൊമിനിക് പറയുന്നുണ്ട്, രാജീവ് പേടിക്കാതിരിക്കോ, എന്തായാലും നമുക്ക് രാജീവിനെ ഉറപ്പായും കണ്ടെത്താം. സാർ പ്ലീസ്, എത്രയും പെട്ടെന്ന് വേണം എൻ്റെ രാജീവേട്ടനെ കണ്ടെത്തേണ്ടത്. ഇനിയൊന്നും സംഭവിക്കരുത്. സത്യമായിട്ടും നമ്മൾ അറിഞ്ഞു ഈ കാര്യമെന്നറിഞ്ഞാൽ അവൾ എന്തു ചെയ്യാനും മടിക്കുകയില്ല. ഇത് കേട്ട് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഡൊമിനിക് പോകുന്നത് ശാരികയുടെയും ജഗന്നാഥിൻ്റെയും വീട്ടിലേക്കാണ്. അവിടെ വെച്ച് ജഗന്നാഥിനെ കാണുമ്പോൾ, ഡാ എച്ചിൽ പട്ടി, എവിടെടാ നിന്റെ ശാരിക എന്ന് കേട്ട് അലറുകയാണ്. ഇതേ തുടർന്ന് ശാരിക അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. നിന്നെ വലിച്ചിറക്കി കൊണ്ടുപോകാനാടി ഞാൻ വന്നത് എന്ന് പറയുന്ന ഡൊമിനിക്കിനോട്, ഓഹോ, തനിക്ക് അതിനുള്ള ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ശാരി. എന്നെ തൊടാൻ ഇതുവരെ ധൈര്യം കാണിച്ചിട്ടില്ല മറ്റാരും എന്ന് പറയുന്ന ശാരികയോട്, നിന്നെ തൊടാൻ അറപ്പാടി എന്ന് മാത്രമാണ് ഡൊമിനിക് പറയുന്നത്. മാത്രവുമല്ല, അല്ലെങ്കിൽ നിന്നെ ഞാൻ എപ്പോഴേ കൊന്നേനെ എന്നും. അങ്ങനെ ശാരിക കേട്ട് ചിരിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ വന്നത് എന്ന് ശാരിക തിരികെ ചോദിക്കുന്നു. ഇതുപോലെ ഓച്ചാനിച്ച് നിൽക്കാനൊന്നും തന്നെ കിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് കുറച്ച് കാര്യങ്ങൾ തനിക്ക് ചോദിക്കാനുണ്ട് എന്ന് ഡൊമിനിക് പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് നമ്മുടെ രാജീവിനെ കുറിച്ച് പറയാൻ തുടങ്ങുന്നത്. ആണ് നീ രാജീവിനെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാമെന്നും കൊന്നിട്ടില്ല എന്നും ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് ഡൊമിനിക് പറയുന്നുണ്ട്. ഇത് കേട്ട് ജഗന്നാഥൻ പറയുന്നു, രാജീവിനെ കൊന്നതിൻ്റെ എല്ലാ തെളിവുകളും ശാരിക കാണിച്ചു തന്നതല്ലേ, എന്നിട്ട് നിങ്ങൾക്കാർക്കും എന്താണ് വിശ്വാസം വന്നില്ലേ? ഇത് കേട്ട് ശാരിക പറയുന്നുണ്ട്, പോലീസ് അടക്കം ആ അധ്യായം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു, പിന്നെയാണോ താൻ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോകുന്നത്? അങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ശാരിക. പക്ഷേ ഇതേപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം
അമ്മിണിയമ്മ അങ്ങനെ ഇന്ദിരാ മേഡത്തിന്റെ കിച്ചണിലേക്ക് കയറുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ കൊച്ചുമക്കൾക്ക് ഇന്ന് രുചിയേറും വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. എന്തുണ്ടാക്കും? ഫ്രിഡ്ജിൽ ചിക്കനും മട്ടനും ബീഫും ഒക്കെ ഉണ്ട്. രാഗിമോൾക്ക് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാം, മക്കൾക്ക് മട്ടനും, പിന്നെ ആ മാർഗരറ്റ് വന്നു പറഞ്ഞവൾക്ക് പോർക്കും ഉണ്ടാക്കി കൊടുക്കാം. തിന്ന് ചാവട്ടെ എന്നിങ്ങനെ അമ്മിണിയമ്മ പറയുകയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് മാർഗരറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങളോടാരാ പറഞ്ഞേ കിച്ചണിലേക്ക് കയറാൻ? അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ കേട്ടായിരുന്നോ? ഞാനൊന്നും കേട്ടില്ല. പക്ഷേ ഈ അടുക്കളയിൽ കയറിയത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. മര്യാദയ്ക്ക് ഇറങ്ങാൻ നോക്ക്. അതെ, അടുക്കളയിൽ കയറാതെ എനിക്ക് ഇരിക്കാൻ സാധിക്കില്ല. എൻ്റെ ജോലി ഇതാണ്. പിന്നെ ഇന്ദിരാമ്മ പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കെട്ടിലമ്മ ചമഞ്ഞ രാഗിമോൾ താമസിക്കുന്ന വീട്ടിൽ ഇരിക്കാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. രാഗി എൻ്റെ മോളെ പോലെയാ. അതൊക്കെ ശരി. ഇവിടെ ഇതൊക്കെ ചെയ്യാൻ സെർവൻ്റ് ഉണ്ട്. രാഗി അടക്കം എന്നോട് ചോദിച്ചിട്ടേ അടുക്കളയിൽ കയറാറുള്ളൂ. പിന്നെയാണോ നിങ്ങൾ ഈ തോന്നിവാസം കാണിക്കുന്നേ? മര്യാദയ്ക്ക് ഇറങ്ങുന്നതാണ് നല്ലത്. ഇന്ദിരാ മേഡത്തിന്റെ അനുവാദം ചോദിക്കാം. ഫോൺ താ. നീ എൻ്റെ ഫോൺ വെച്ചിട്ടുണ്ടല്ലോ, അതിങ്ങ് തിരിച്ചു തന്നാൽ മതി. ഞാൻ മാഡത്തിനെ വിളിച്ച് അനുവാദം ചോദിച്ചോളാം. എന്നിട്ട് അടുക്കളയിലേക്ക് കയറാം. മാഡത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ മാർഗരറ്റ് ഉണ്ട്, അതായത് ഞാൻ. എന്നോട് ചോദിച്ചിട്ട് മതി നിങ്ങളുടെ തോന്നിവാസം. അങ്ങനെ അവിടേക്ക് രാഗി വരികയാണ്. എന്താ എന്താ അമ്മണിയമ്മേ, എന്താ പ്രശ്നം? രാഗി, ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. അനുവാദം ചോദിക്കാതെ ഇവർ എന്തൊക്കെയാ ഈ കാണിച്ചു കൂട്ടുന്നത്? അമ്മിണിയമ്മേ, മോളെ, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടവിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കയറിയതാ. അപ്പോഴാ ഈ പെണ്ണ് വന്ന് ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്നത്. അമ്മിണിയമ്മ മാർഗരറ്റ് ആണെങ്കിൽ പറഞ്ഞത് കേട്ടാൽ മതി എന്ന് പറയുകയും തള്ളിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നതിനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ദേഷ്യത്തിൽ അമ്മിണിയമ്മ, മോളെ, ഈ പെണ്ണ് അത്ര ശരിയല്ല, പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. രാഗി ആണെങ്കിൽ ആകെ വിഷമത്തിലാവുകയാണ്. പിന്നീട് എസ് പിയെ ശാരിക വിളിക്കുന്നുണ്ട്. ശാരിക ആണെങ്കിൽ എസ് പിയോട് പറയുകയാണ്, അതെ, അമ്മിണിയമ്മ എന്നു പേരുള്ള സ്ത്രീ വലിയ രഹസ്യവുമായിട്ട് കടന്നു കളഞ്ഞു ഇതിലേക്ക്. എത്രയും പെട്ടെന്ന് തന്നെ അവളെ പിടികൂടുന്നതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നും അന്വേഷണം തൃപ്തികരമല്ല എന്നും പറയുന്നു. അതെ ശാരിക, എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യാം ശാരിക, എനിക്ക് തന്ന എല്ലാ പൈസയും വേണമെങ്കിൽ തിരിച്ചു തരാം. ഒരു നയാ പൈസ കുറയാതെ. എന്ത് പറയുന്നു ഈ കാര്യത്തിൽ? അങ്ങനെ മനസ്സറിഞ്ഞു തന്ന പൈസയൊക്കെ തിരിച്ചു വാങ്ങാൻ മാത്രം നാണം കെട്ടവളല്ല ഈ ശാരിക എന്ന് വ്യക്തമാക്കുകയാണ് ശാരിക. ആ ഓഫർ അങ്ങ് മാറ്റിവെച്ചേക്ക്. എന്താ, തനിക്ക് എന്നിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടോ എന്ന് ശാരിക ചോദിക്കുന്നുണ്ട്. എല്ലാം അവസാനിപ്പിച്ച് പിന്മാറണം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ പിന്മാറാമെന്ന് കരുതുകയും വേണ്ട. ഉറപ്പായിട്ടും നിന്നെക്കൊണ്ട് തന്നെ ഞാൻ അന്വേഷിപ്പിക്കുമെന്ന് അറിയാലോ. ശാരികയുടെ സ്വഭാവം അങ്ങനെ ആണ്. ശാരിക ഫോൺ കോൾ കട്ട് ചെയ്ത് എസ് പിയെ കാണാൻ പോകണം എന്ന് ജഗന്നാഥനുമായിട്ട് പറയുകയാണ്. കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ജഗന്നാഥൻ പറയുകയാണ്, അല്ല ശാരി, ഈ എസ് പിയെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയാളെ സ്ഥലം മാറ്റിയാലോ? ഡൊമിനിക്കിന്റെ സസ്പെൻഷൻ ഒഴികെ ബാക്കിയൊന്നും അയാൾ ചെയ്തു തന്നിട്ടില്ല. ഇത് കേട്ട് ശാരിക പറയുന്നുണ്ട്, എസ് പി മാത്രമല്ല, എൻ്റെ കൂടെ നടക്കുന്ന താനും എനിക്ക് വേണ്ടി ഒന്നും ഇതുവരെ മര്യാദയ്ക്ക് ചെയ്തു തന്നിട്ടില്ല. രാഗിയെ കണ്ടെത്തും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നല്ലാതെ ഇതുവരെ താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജഗന്നാഥൻ ആകെ ഞെട്ടിപ്പോവുകയും ഉത്തരമില്ലാതെ നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എസ് പിയെ മാറ്റേണ്ട കാര്യം അവിടെ നിർത്ത്. ശാരിക, അത് പിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ല, തനിക്ക് എന്നോട് വലിയ മുടിഞ്ഞ ഭ്രമമായിരുന്നല്ലോ. ഇപ്പോഴും അതൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടോ? കാണാൻ സുന്ദരനാണ് എന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം പോക്കാണ്. മണ്ടയിലൊന്നുമില്ല എന്ന് പറയുന്നത് കേട്ട് ജഗന്നാഥൻ പറയുകയാണ്, അതെ, ശാരികയോട് എനിക്ക് പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. തൻ്റെ സമ്പത്തിലും കണ്ണുമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതുപോലെയല്ല. ഞാൻ ആളാകെ മാറി. ഇപ്പോൾ തന്നോട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം എന്ന് മാത്രമേയുള്ളൂ മനസ്സിൽ. അത് ഞാൻ
നിറവേറ്റിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്നുമുണ്ട്. ശാരിക പറയുന്നുണ്ട്, ജഗൻ സോറി. താൻ തൻ്റെ കൂടെയുള്ള ആത്മാർത്ഥതയോടെ നിൽക്കുന്നവരെ എല്ലാ കാലവും സുരക്ഷിതമായി കൊണ്ടുപോകുമെന്നും ജഗനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ശാരികയ്ക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് ഇതേ തുടർന്ന് ജഗൻ മനസ്സിലാക്കുന്നു. പലയിടത്തും നീ ചതിക്കപ്പെട്ടവളാണ്. ആ ചതിയിൽ നിന്നും ഇനി ഇതുപോലൊരു വഴിത്തിരിവ് ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് നൽകാമെന്നും വ്യക്തമാക്കുന്നുണ്ട് ജഗൻ. ജഗനോട് ചെറിയൊരു താല്പര്യം കൂടുന്നുണ്ട് ഇതേ സമയം ശാരികയ്ക്കും. ഇതേ തുടർന്ന് രാഗിക്ക് മക്കളെന്ന് വെച്ചാൽ ജീവനാണ്. അതുകൊണ്ട് തന്നെ അവരെ സ്കൂളിലേക്ക് വിടാതെ അല്ലെങ്കിൽ പഠിപ്പിക്കാതെയോ ഇരിക്കില്ല. അങ്ങനെയെങ്കിൽ അവരുടെ സ്കൂളും മറ്റും എവിടെയാണ് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അങ്ങ് പൊക്കിയാലോ. ഇത് കേട്ട് ജഗൻ പറയുന്നുണ്ട്, അത് നല്ലൊരു ഐഡിയയാണ്. ശാരികയെ നമുക്ക് ആ വഴി തന്നെ മുന്നോട്ട് പോകാം. നമ്മളുടെ കസ്റ്റഡിയിലായാൽ പിന്നെ രാഗിക്ക് നമ്മുടെ കാൽ കീഴിൽ വന്ന് നിൽക്കേണ്ടി വരും. ഇത് പറയുന്ന ജഗൻ അതിനുവേണ്ടി ഏറ്റവും നല്ല ബുദ്ധി നമുക്ക് ആലോചിച്ച് പോകാമെന്ന് പറയുകയും ചെയ്യുന്നു. എന്തായാലും ശാരികയും ജഗനും വളരെ ക്രൂരമായിട്ടാണ് ചിന്നുവിനെയും ചന്തുവിനെയും ഉപദ്രവിക്കാനായി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്.